ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്നിപ്പോൾ ഗൈഡൻസ് മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട് ഞാൻ. ഇന്ന് വെറുതെ ഒരക്കൽ മെസ്സേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരക്കൽ മെസ്സേജും കുറച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേർഡ്സ് എടുക്കാം ഞാൻ. നിങ്ങൾക്ക് എന്താ പറയുക, യൂണിവേഴ്സിൽ നിന്ന് എന്താ ഗൈഡൻസ് വരുന്നത് എന്ന് മാത്രം നമുക്ക് നോക്കാം. എനർജി ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, 2 റീഡിങ് ഇടാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കിയാൽ 2 ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് വേർഡ്സ് എടുത്തിക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഹെൽത്തിൻ്റെ കാര്യമുണ്ട്, പാഷൻ, ഫെയ്ത്ത്, focus, okay, joy, അതില്ലേ നന്നായിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജസ് ഇന്ന് ഹെൽത്തിൻ്റെ കാര്യമുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽത്തിനെ കുറിച്ച് ലേശം കൺസേൺഡ് ആയിരിക്കാം. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഐ തിങ്ക് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം ഇതിൽ നിന്ന് കൂടി കിട്ടുമെന്ന്. ഹെൽത്ത് ബെറ്റർ ആവും എന്ന രീതിക്ക് പറയാം. ഹെൽത്തിനെ കെയർ ചെയ്യൂ എന്നും പറയാം. ഓക്കെ, നിങ്ങൾ അവനവന് കുറച്ചൊരു കെയർ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ മോശമാണ്. ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ആൻഡ് പാഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഫുൾ പാഷൻ ഇട്ട് നിങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഗുണമുണ്ടാവും മുന്നോട്ട്. ഓക്കെ, ആൻഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ്, ഫെയ്ത്ത്, ഓക്കെ, പ്രാർത്ഥനകൾ, കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടാൻ ഓക്കെ കൂടുതൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ട്രസ്റ്റ് വയ്ക്കാം, ഫെയ്ത്ത് വയ്ക്കാം. ഓക്കെ, ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവനവനിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, നിങ്ങൾ എന്തിനെയാണോ ചെയ്യുന്നത്, നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ട്രസ്റ്റ് നമുക്ക് വേണം. നല്ലതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതിലൊരു ഫുൾ ഫോക്കസും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതിന് മുന്നോട്ട് പോകാൻ ഐ തിങ്ക് ഇവിടെ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഓക്കെ പറയുന്നുണ്ട്. ഫെയ്ത്ത് വെച്ച് മുന്നോട്ട് പോകും എന്ന് പറയുന്ന പോലെ. ഓക്കെ, ആൻഡ് അതിൽ ഫോക്കസ് നിങ്ങൾ ഏതിലേക്കാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ നോക്കുക, ഫോക്കസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഫോക്കസ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകണ്ട. ഓക്കെ, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും അല്ലേ. ഒരു ഇതിലേക്ക് തന്നെ നമുക്ക് ഫോക്കസ്, നിങ്ങൾ ഇത് വേണോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒന്നിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക, അതിനെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫെയ്ത്ത്, നമുക്ക് യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വയ്ക്കുക എന്നും കൂടിയാണ്. ആൻഡ് ഇവിടെ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ബിലീഫ്സിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഏത് കൾച്ചറിലായാലും ശരി, നിങ്ങൾ അതിന് നിങ്ങളുടെ എന്താ പറയുക, ഇഷ്ടമുള്ള ദൈവത്തിന് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. എനിക്കെന്തോ പറയാൻ തോന്നി. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജോയ് വരുന്നുണ്ട്. ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഹെൽത്ത് കൺസേൺ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ജോയ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. ജോയ് മീൻസ് സന്തോഷം വരുമെന്ന് കാണുന്നുണ്ട്, ഹാപ്പിനെസ് വരും. ഓക്കെ, മേ ബി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഫോക്കസ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടുന്നതായിരിക്കും. ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി ശരിയാവും, ബെറ്റർ ആവും എന്ന് പറയാം. എന്തായാലും ഒരു സന്തോഷം വരുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, ജോയ് നിങ്ങളുടെ ലൈഫിൽ, സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, ഒരു ലേശം സമയം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് കൺസേൺ ഉണ്ടെങ്കിൽ അത് മാറി വരും സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ വെക്കാം. നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒറക്കിൾ മെസ്സേജസിൽ എന്താ പറയുന്നത്? ദ പവർ ഓഫ് പർപ്പസ്, ദ പവർ ഓഫ് പർപ്പസ്, ബർസ്റ്റ് ഓഫ് മാജിക്. It is what it is, and beautiful uncaging, tender embrace, great and full, and feeling the world. Okay, willing release. Okay,
നിങ്ങൾ ടെൻഷൻ ഉപേക്ഷിച്ച് കളയുക, ആദ്യത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഉപേക്ഷിച്ച് കളയുക, യൂണിവേഴ്സിറ്റിക്ക് ട്രസ്റ്റ് വെക്കുക. ആദ്യത്തെ ഒരു എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിട്ട് കളയേണ്ടെങ്കിൽ ഹെൽത്ത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും. നമ്മുടെ ചില ഹാബിറ്റ്സ്, ചില ശീലങ്ങൾ നമ്മളൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും ഹെൽത്ത് ബെറ്റർ ആവാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്ത് കളയുക. അതായത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലാത്ത, നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയാം. ഓക്കെ, ടെൻഷൻസ്, വറീസ് അതിനെ റിലീസ് ചെയ്ത് കളയാം. വിശ്വാസക്കുറവുകൾ അതിനെ റിലീസ് ചെയ്ത് കളയുക. എല്ലാം ട്രസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അർപ്പിക്കാം. ഓക്കെ, ഫെയ്ത്ത് കൊണ്ടുവരാം. ആൻഡ് പവർ ഓഫ് പർപ്പസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പുതിയതായിട്ട്. ഓക്കെ, നിങ്ങൾ എന്ത് തന്നെയായാലും ശരി, അത് ലൈഫിൽ ഏത് കാര്യം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, കരിയറിൻ്റെ കാര്യമായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, അതിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ആ കാര്യത്തിന് നിങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഫോക്കസ് വെക്കുക നിങ്ങൾ, ആൻഡ് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ബാക്കി. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പർപ്പസ്, ആ ഒരു ഫോക്കസ് നിങ്ങളുടെ അത് മാറ്ററാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ആ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ യൂണിവേഴ്സിന് കാണിച്ചു കൊടുക്കുക. എത്രത്തോളം ഞാൻ അതിന് എഫർട്ട് ഇടാൻ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ബേസ്റ്റ് ഓഫ് മാജിക് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് പറയാം. യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കൊണ്ടുവരും എന്തായാലും. ഓക്കെ, ഒരു മാജിക് പോലെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല സർപ്രൈസ് ആയിട്ടോ, ഗിഫ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടോ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് തരുവാണെന്ന് കണക്കാക്കിക്കോളൂ. ഓക്കെ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചിലവർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ കാര്യത്തിലല്ല, ഐ തിങ്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പറയാം. നിങ്ങൾ ആരുടെയെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വഭാവം, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായി തോന്നുന്നു, എന്തൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ വിചാരിക്കുക അവരെ ഒന്ന് മാറ്റിയെടുക്കണം, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അവരെങ്ങനെയാണോ അത് അവരെ അങ്ങനെ വിട്ടേക്കുക. അവരെന്താണോ ചെയ്യുന്നത് തെറ്റായാലും ശരി, അത് അങ്ങനെയാണ്, നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ആക്ച്വലി ഒരു ഡോർ ഇവിടെ അടഞ്ഞായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്, ഒരു ഡോർ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, വീണ്ടും വീണ്ടും അതിൽ തട്ടി വിളിക്കാതിരിക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും അവിടെ തന്നെ പോയി നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. കാരണം അത് അടഞ്ഞത് തന്നെയാണ്. ഓക്കെ, അത് വിട്ട് കളഞ്ഞേക്കുക. റിലീസ് എന്ന ഇവിടെ ഉണ്ടായിരുന്നു. യെസ്, ചില അടഞ്ഞ അധ്യായങ്ങൾ അല്ല, ചില അടഞ്ഞ വഴികൾ നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കരിയറിൻ്റെ കാര്യമാണ്, നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി മീൻസ് ഒരു വഴി അടഞ്ഞു എന്ന് വിചാരിക്കാം. എനിക്ക് അതിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ അടുത്ത വഴിയിൽ നിങ്ങൾ ചിന്തിക്കുക, നെക്സ്റ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഏതെങ്കിലും പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേദനിപ്പിച്ചു, അങ്ങനെ നിങ്ങളെ വിട്ടുപോയി, അകന്നുപോയി എന്നുണ്ടെങ്കിൽ അത് അടഞ്ഞ അധ്യായമാണ്, അതിനെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്ന ലെറ്റ് ഗോ, റിലീസ്. ഓക്കെ, അതിൻ്റെ പിന്നാലെ ഇനി പോവാതിരിക്കുക എന്നാണ്. അതേ നമ്മൾ പറയില്ലേ, എന്താണ് അടഞ്ഞ വാതിലിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ബ്യൂട്ടിഫുൾ അൺകേജിങ് ആണ്, എന്ന് വെച്ചാൽ തുറന്നു വരികയാണ്. ഇവിടെ ഹാർട്ട് ഓപ്പൺ ആവുകയാണ്, വഴികൾ ഓപ്പൺ ആവുകയാണ്, ഒരു ഡോർ ഓപ്പൺ ആവുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നമ്മൾ പറയില്ല, അടഞ്ഞ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ തുറന്ന വഴികൾ നമ്മൾ കാണില്ല, വേറെ തുറക്കുന്ന വഴികൾ നമ്മൾ കാണില്ല എന്ന് പറയും. അതിവിടെ കറക്റ്റ് മാച്ചാണ്. നിങ്ങളോട് പറയുന്ന ചിലതിനെ നിങ്ങൾക്ക് വിട്ട് കളയാനുണ്ട്. ഓക്കെ, ആ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വഴികൾ, നിങ്ങൾക്ക് വേറെ നല്ലത് നിങ്ങൾക്ക് ഓപ്പൺ ആവും തീർച്ചയായിട്ടും. ആൻഡ് ടെൻഡർ എംബ്രേസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ടു ബാലൻസ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ട് മേ ബി വേറെ നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാവാം, നിങ്ങളത് കാണുന്നുണ്ടാവില്ല, നിങ്ങൾ അടഞ്ഞതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് യെസ് അഗെയിൻ ഗ്രേറ്റ് ആൻഡ് ഫുൾ. ഇതും നമ്മൾ മനസ്സ് വളരെ ഫുൾ ആവുന്ന പോലെയാണ്. 2 and 2 4. ഓക്കെ, സ്റ്റെബിലിറ്റി. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വേറെ ആരെങ്കിലും വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, നല്ലതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, ജോലിയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, മുന്നോട്ട് പോവാം. മുന്നോട്ട് നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നു എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്നു. ഓൾറെഡി പറഞ്ഞു ബേസ്റ്റ് ഓഫ് മാജിക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും. ഓക്കെ, ഒരു നല്ല പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് പറയാം നമ്മൾ. ഓക്കെ, നിങ്ങൾ മനസ്സ് ഫുള്ളാവും, നിങ്ങളെ എന്താ പറയുക, സന്തോഷം കൊണ്ട് നമ്മൾ നിറഞ്ഞ് തുളുമ്പും എന്ന് പറയില്ലേ, അങ്ങനെ ഫീലിംഗ് വരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷെ ചിലത് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോഴും അടഞ്ഞ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അത് വിട്ട് കളഞ്ഞേക്കുക, അതിനെ റിലീസ് ചെയ്യുക.
ആൻഡ് ഫീലിംഗ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ഇതെനിക്ക് കാണുന്നത് ഒന്ന് നമ്മുടെ എന്താ തോന്നുന്നറിയോ, മറ്റുള്ളവരെ കൂടി വേദനകൾ മനസ്സിലാക്കുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഫീലിംഗ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലാവാം. നിങ്ങൾ വേൾഡിൻ്റെ ചുറ്റും പോകാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറുന്നു, ചേഞ്ച് എല്ലാം പറയാം, എന്ത് കാര്യം പറയാം, വേറെ അങ്ങനത്തെ എന്ത് കാര്യം പറയാം. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ് എന്ന് പറയും. ഓക്കെ, പുതിയ തുടക്കങ്ങളുടെ കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയത് ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ വേദനകൾ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന രീതിയിൽ. കാരണം നിങ്ങൾ ചില വേദനകൾ അനുഭവിച്ചു അല്ലേ, നിങ്ങൾ ചില വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഐ തിങ്ക് മറ്റുള്ളവരുടെ വേദന കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ ആ കെയർ കൊടുക്കുക എന്നുകൂടിയായിരിക്കാം ഇത് ടെൻഡർ എംബ്രേസ്. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ കെയർ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ അത് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കെയർ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അവനവന് കെയർ കൊടുക്കുക. സെൽഫ് ലവിൻ്റെ പറയാറുണ്ട് ഇത്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, മറ്റുള്ളവരെ കെയർ ചെയ്യുക. വേൾഡിനെ തന്നെ ഫുൾ മീൻസ് എല്ലാവരെയും എന്നല്ല, എന്നാലും കുറെ പറ്റുന്നത്ര നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളുടെ സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പെയിൻ. അതുകൊണ്ടാണ് ഓക്കെ, അവരെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ വേദനകൾ അനുഭവിക്കുന്നവർക്കാണ് ആക്ച്വലി മറ്റുള്ളവരെ കൂടി നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക. മീൻസ് ആ ഒരു നമ്മൾ വേദന മനസ്സിലാക്കും അല്ലേ, ആ വേദന മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാൻ സാധിക്കും. ഓക്കെ, സോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയ് വരുന്നുണ്ട്. ഓക്കെ, സന്തോഷം വരുന്നുണ്ട്. ആൻഡ് ഇത് റോസ് കോട്ട്സിൻ്റെ ആണ്, സോ ലവിൻ്റെ ആണ്, പിങ്ക് കളർ. സോ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരും, ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാം, അല്ലെങ്കിൽ പഴയ വ്യക്തിയെ എന്ന് പറയുന്നില്ല, കാരണം ഇവിടെ അടഞ്ഞ അധ്യായം എന്ന രീതിയിലാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ഓക്കെ, സന്തോഷം നിങ്ങൾക്ക് വരും. നമ്പേഴ്സ് ഇവിടെ 18, 48, 6, 14, 22, 4, 13, 40. 4 ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. 4 ഇവിടെയും 4. ഓ അല്ലേ, ഇത് 49 ആണ്. സോറി, 49 ആണ്. 13 അല്ലേ, 13 ഇവിടെയും 13. 4 അഗെയിൻ 4 കുറേ 4s ഇവിടെ ഉണ്ട്. ഇതും 4 ആണ്. ഒരുപാട് 4 നമ്പേഴ്സ് ഇവിടെ റെസനേറ്റ് ആവും നിങ്ങൾക്ക്. ഐ തിങ്ക് 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഓക്കെ, സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാം. എനിക്ക് 4 അതാണ് മീനിങ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. 9 ആയിരിക്കാം നമ്പർ. 12 അപ്പോൾ 3, 6 അഗെയിൻ 5. ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഹെൽത്തിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അവനവനെ കെയർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഈ കാര്യം അങ്ങനെയും പറയാം, അവനവനെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും സന്തോഷങ്ങൾ ഇനിയും വരട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.